ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വിൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങിൽ ശിശുദിന റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. വിൻ സൊസൈറ്റി കുമ്പളങ്ങി ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 6 ബാലവേദികളിൽ നിന്നായി 100ഓളം കുട്ടികൾ ഇല്ലിക്കൽ കവലയിൽ നിന്നും പുറപ്പെട്ട റാലിയിൽ വിവിധ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് റാലി മനോഹരമാക്കി. സാൻജോസ് ഹാളിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ വിൻ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം മാനേജർ ലിസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരുടെ ജന്മദിനമാണ്? ചാച്ചാജിയുടെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? ശിശുദിനമായിട്ട് ആഘോഷിക്കുക. എന്നായിരുന്നു അത്? നവംബർ 14 നമ്മൾ സ്കൂളുകളിലെല്ലാം ശിശുദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ ശിശുദിനം നമ്മൾ സ്കൂളിലെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു അല്ലേ? ചാച്ചാ നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നതിനെ കുറിച്ച് ടീച്ചർ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അതിനു മുമ്പ് ടീച്ചർ നിങ്ങളോട് പറയുക, എന്തുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചത്? കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ചാച്ചാജി. ജവഹർലാൽ നെഹ്റു കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് എന്തിനോടാണെന്ന് അറിയാമോ? പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ? പൂന്തോട്ടത്തിലെ പൂക്കളാണ് കുഞ്ഞുങ്ങളെന്നാ പറയുക. കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടാണ്, കുഞ്ഞുങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് ഷർട്ടിൽ എന്ത് ധരിച്ചിരുന്നത്? നമ്മുടെ ചാച്ചാ നെഹ്റു റോസാപ്പൂ ധരിച്ചിട്ടുണ്ടോ? റോസാപ്പൂവിനെ പോലെ സൗരഭ്യം പലർത്തുന്ന കുഞ്ഞുങ്ങൾ മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ആനി ജോസഫ്, വിൻ കുമ്പളങ്ങി ഏരിയ കോർഡിനേറ്റർ ജയ ജൂഡ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. കുമ്പളങ്ങിയിലെ സ്റ്റാഫ് അംഗങ്ങൾ, ബാലവേദി ടീച്ചേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. വശ്യമനോഹരവും അതിസാഹസികവുമായ ഒരു അത്ഭുത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സാഹസികതയ്ക്ക് അവസാനമില്ല. അതിനെ അറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നു തന്നെയിരിക്കണം. സ്വന്തം ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും വിസ്മരിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ എന്താണ് എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും മാറ്റത്തെ ഭയപ്പെടുന്ന ഒന്നേയുള്ളൂ അജ്ഞത. ജീവിതത്തെ ഹീനമാക്കുന്നതും അപകടകരമാക്കുന്നതും ഒന്നേയുള്ളൂ ഭയം. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.